പബ്ലിക് എക്സാമിങ് അടുത്ത് വരുമ്പോൾ പല പ്ലസ് ടു സ്റ്റുഡൻസിനും ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സാറേ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിച്ചെടുക്കാം, അവനാണ് വില്ലൻ. ഞങ്ങൾ 4 ചാപ്റ്ററാണ് മെയിനായിട്ട് ഓർഗാനിക് എന്ന് പറയുന്ന രൂപത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ പഠിക്കുമ്പോഴേക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചത് മറക്കുന്നു. ആൾഡിഹൈഡ് കീറ്റോണൊക്കെ എത്തുമ്പോഴേക്ക് പിന്നെയും റിയാക്ഷനുകൾ മറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മാറിപ്പോകുന്നു എന്നതാണ് പ്രശ്നം എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നു. കാരണം ക്രിസ്മസ് എക്സാമിനൊക്കെ ആൻസർ എഴുതുന്ന സമയത്ത് പല റിയാക്ഷനുകളുടെയും റിയേജൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ഇതെങ്ങനെ ഞങ്ങൾക്കൊന്ന് പരിഹരിക്കാം, എങ്ങനെ അതിൻ്റെ പ്രശ്നം മറികടക്കാം എന്നതാണ് പല സ്റ്റുഡൻസും ചോദിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്യാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ ആദ്യത്തെ ഈ പാർട്ടിൽ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കാം എന്നുള്ള ആദ്യത്തെ ഈ പാർട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് നന്നായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ആദ്യം മൈൻഡും ഒക്കെ സെറ്റായിട്ട് ഇരിക്കണം എന്നതാണ് ആദ്യത്തെ പോയിന്റ്. പഠിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നു. എന്തോ ഒരു ഹാലിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകുക എന്നുള്ളതല്ല, കാര്യമായിട്ട് തന്നെ വന്ന് പഠിക്കാനിരിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ ചാപ്റ്ററിനെ ഒറ്റയടിക്ക് അങ്ങ് പഠിച്ച് തീർക്കണം എന്നൊരു പ്രതീക്ഷയും ഒരു വിചാരവും നിങ്ങൾ ഉണ്ടാവരുത്. ഒറ്റ അടിക്ക് ഓരോരുത്തരും വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ജനറലി പറയുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർഗാനിക് ചാപ്റ്ററുകളെ 2 പാർട്ടായിട്ടോ 3 പാർട്ടായിട്ടോ ഒരു ചാപ്റ്ററിനെ തന്നെ മാറ്റാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് 2 ഭാഗമോ 3 ഭാഗമോ ആക്കി മാറ്റാം. വേണമെങ്കിൽ ആ നെയിമിങ്ങും ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനും വരുന്ന ഭാഗം ഒരു ഭാഗം. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ റിയാക്ഷൻ്റെ SN1 SN2 എന്നൊക്കെ പറയുന്ന റിയാക്ഷൻസ് വരുന്നുണ്ടല്ലോ, അതുവരെ 2ാമത്തെ ഭാഗം. ബാക്കി SN1 SN2 കഴിഞ്ഞാൽ പിന്നെ എലിമിനേഷൻ മുതൽ പിന്നെ പോളി ഹാലജൻ കോമ്പൗണ്ട്സ് വരെ 3 ഭാഗം. ഇങ്ങനെ 3 ഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അഥവാ ഞാൻ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് 3 പാർട്ടായിട്ടാണ്. ഓരോ പാർട്ടിൻ്റെ ഇടയ്ക്കും ഞാൻ റെസ്റ്റ് എടുക്കും, ഓരോ പാർട്ടിൻ്റെ ഇടയ്ക്കും ഞാൻ റിലാക്സേഷൻ ടൈം കണ്ടെത്തും. സോ ഫസ്റ്റ് അങ്ങനെ പാർട്ടായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചെടുക്കാം എന്ന് തീരുമാനിക്കരുത്. അതിൻ്റെ അർത്ഥം അവസാന സമയത്തേക്ക് പഠിക്കാം എന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ തുടങ്ങണം. എടാ, ഓർഗാനിക് കെമിസ്ട്രി മാറിപ്പോവാതിരിക്കാനും മറന്നു പോവാതിരിക്കാനുള്ള 1ാമത്തെ പോയിന്റ് തന്നെ നിങ്ങൾ ടൈം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ടൈം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് 2 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് വായിച്ചു പോകാവുന്നതായിരിക്കില്ല. ഒരു ദിവസം ഇരുന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് ഹാലോ ആൽക്കൈൻ, 2 മണിക്കൂർ കൊണ്ട് ആൽക്കഹോൾ, 1.5 മണിക്കൂർ കൊണ്ട് ആൽഡിഹൈഡ്, എന്നിട്ട് പിറ്റേന്ന് നിന്നിട്ട് അയ്യോ ഞാനിതെല്ലാം മറന്നല്ലോ, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ, എൻ്റെ പണ്ടത്തെ ഓർമ്മശക്തി ഇല്ലല്ലോ എന്ന് പരിഭവിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ പഠിക്കാനും കഴിയില്ല. ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് നിങ്ങൾക്ക് എത്ര സമയമാണോ ഒരാൾക്ക് പഠിക്കാൻ എടുക്കേണ്ടത് അത്രയും സമയം എടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ നിങ്ങൾക്ക് അതിന് ചിലവാകുമെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉപകാരം ഉണ്ടാവും. കാരണം ഈ ചാപ്റ്ററിൽ നിങ്ങൾ അത്യാവശ്യം സമയം കൊടുത്താൽ അടുത്ത ചാപ്റ്ററിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. സോ 1ാമത്തെ കാര്യം ചാപ്റ്റർ കാറ്റഗറൈസ് ആക്കി മാറ്റുക. 2ാമത്തെ കാര്യം ടൈം കൊടുത്ത് പഠിക്കുക. ഒരു പാർട്ടിന് നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ കാര്യം, ഇനി പഠിക്കുന്ന സമയത്ത് കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ്. വെറുതെ എന്തിനോ പഠിക്കുക, വൈ, അതെന്തുകൊണ്ട്, അതെന്താണ്, അങ്ങനെ എന്താണ് ആ റിയേജൻറ്റ് ചേർക്കുന്നത്. അപ്പോൾ ഒരു റിയേജൻറ്റ് ചേർത്താൽ ആ റിയേജൻറ്റ് ഞാൻ അവിടെ കാണാതെ പഠിക്കണോ, അതോ അല്ല ഈ റിയേജൻറ്റ് തന്നെയാണോ ഒരു ഇന്ന ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ റിയേജൻറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ദെൻ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങളുടെ വകയായിട്ട് ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ലോജിക്കൽ കോൺസെപ്റ്റുകളും എല്ലാം സെറ്റാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് സമയം കൊടുത്തുകൊണ്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് നിങ്ങളൊരു 8 മണിക്കൂർ വെച്ചിട്ട് പഠിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. ആദ്യത്തെ 3 മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂർ നിങ്ങൾ ഒരു പാർട്ട് പഠിക്കാൻ മാറ്റി വെക്കുന്നു. ആ പാർട്ടിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ദെൻ 2ാമത്തെ പാർട്ട് പഠിക്കാൻ വരുന്നതിന് മുമ്പ് ആദ്യത്തെ പാർട്ടിൽ പഠിച്ച് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നു, റിവിഷൻ. അപ്പോൾ ആ റിവിഷൻ കൊണ്ടുള്ള ഗുണം എന്താ അറിയോ, നിങ്ങൾ 2ാം വട്ടം പറഞ്ഞു നോക്കുന്ന സമയത്ത് ആ റിവിഷൻ സമയത്ത് മറന്നുപോയ ചില ടോപ്പിക്കുകൾ ഉണ്ടാവും. ചിലത് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും,
ചിലത് മറന്നു പോയിണ്ടാവും. ഓർഗാനിക്കാണ്, എഴുതി പഠിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ റിവിഷൻ സമയത്ത് നിങ്ങൾ റഫായിട്ട് വെറുതെ എഴുതുമ്പം ചില ടോപ്പിക്കുകൾ മറന്നു പോയതുണ്ടാവും. അതൊന്നുകൂടെ ഒന്ന് പോയിന്റ് ചെയ്യുക. ഇതെനിക്ക് ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. ഇതിൽ ഞാൻ മാസ്റ്ററായി, ഇതെനിക്ക് ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട് എന്ന് മൈൻഡിലാക്കുന്നു. അതൊന്നും കൂടെ സെറ്റാക്കുന്നു. ദെൻ അടുത്ത പാർട്ട് തുടങ്ങുന്നു. അടുത്ത പാർട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും റിലാക്സേഷൻ ടൈം കൊടുക്കുന്നു. മൂന്നാമത്തെ പാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് പാർട്ടിൽ പഠിച്ചതും ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതും ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. പെട്ടെന്ന് റിവിഷൻ. അപ്പം ആദ്യം ഓരോന്നിനും റിവിഷൻ കൊടുത്ത് സമയം ഒരുപാട് പോകില്ലേ? ആദ്യത്തെ റിവിഷനായിരിക്കും സമയം പോവുക. പിന്നെ പെട്ടെന്നാവും. കാരണം ഓൾറെഡി ആദ്യം റിവൈസ് ചെയ്താണ് രണ്ടാമതും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ റിവിഷൻ പെട്ടെന്ന് നടത്തുന്നു. വീണ്ടും അതിൽ മറന്നുപോയതോ കിട്ടാത്തതോ ആയത് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്നുകൂടെ മൈൻഡിലേക്ക് സെറ്റാക്കുന്നു. മൂന്നാമത്തെ പാർട്ടും നിങ്ങൾ പഠിച്ചതിന് ശേഷം 3 പാർട്ടും കൂടെ ഒരുമിച്ച് റിവൈസ് ചെയ്യുന്നു. അതോടുകൂടി ആ ചാപ്റ്റർ അങ്ങ് സെറ്റാവുന്നു. നിങ്ങൾക്ക് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സമയമാണ്, ചെയ്ത് നോക്കാനുള്ള സമയമാണ്. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ ഇതാണ് ഒരു ചാപ്റ്റർ പഠിക്കേണ്ട ഒരു ഐഡിയ. എന്നിട്ട് പറ്റുമെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ആ ഓർഗാനിക് ചാപ്റ്റർ പഠിച്ചതിൻ്റെ പിറ്റേ ദിവസം 1 മണിക്കൂർ അതിനെ ചിലവഴിച്ചുകൊണ്ട് വീണ്ടും അന്ന് പഠിച്ചത് വേഗത്തിലൊന്ന് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാനും പറഞ്ഞു നോക്കാനും, നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ എഴുതി നോക്കി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോഴും കിട്ടാത്തതുണ്ടെങ്കിൽ ആ സമയത്തും കുറേ 2-3-4 ടോപ്പിക്കുകളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നോക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിലൂടെ തന്നെ പല പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നു, മാറിപ്പോകുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മെത്തേഡ് ഉപയോഗിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് ഓർഗാനിക് എനിക്ക് അത്രയും ഇഷ്ടമായത്. സോ നിങ്ങൾക്കിങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കണം, കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ പഠിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞു. എങ്ങനെ പഠിക്കും, എങ്ങനെ മനസ്സിലാവും? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അതിൻ്റെ ഒരു ടൈം ടേബിൾ വെച്ചൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ചേരാവുന്നതാണ്. പിന്നെ ഉജ്വൽ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും. PY ഞാൻ പറഞ്ഞില്ല, ഓർഗാനിക് കെമിസ്ട്രികൾ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് മെയിൻ പോയിൻ്റാണ്. പുതിയ ടൈപ്പ് പാറ്റേൺ ആണെന്ന് പറഞ്ഞാൽ പോലും ലോജിക്ക് കിട്ടാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് മെയിൻ പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ലൈവ് ക്ലാസ്സുകൾ കിട്ടും, 1 ഷോട്ട് ക്ലാസ്സുകൾ കിട്ടും. ഒരു ചാപ്റ്ററിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കിട്ടുകയാണ്. സോ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് പഠിക്കണമെന്ന് നന്നായിട്ട് മൈൻഡ് കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങിക്കോളൂ. നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. സമയം കൊടുത്ത് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നമ്മളുണ്ട് കൂടെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ പഠിച്ചെടുത്താൽ മാത്രം മതി. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാവുന്നതാണ്. സോ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഇനി ഓരോ റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് മറക്കാതിരിക്കാനുള്ള ഐഡിയാസും പോയിന്റുകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം.